എന്റെ അടുത്ത് 9 മണിക്ക് ഇറങ്ങാൻ ഇവള് പറഞ്ഞതാ. ഇറങ്ങിയിരുന്നെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ഒതുക്കി നിർത്തും ഇടത്തോട് ഇടത്തോട്ട് ഒതുക്കി നിർത്തും. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ രാവിലെ എണീറ്റതല്ലോ കേട്ടോ. ഞാൻ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട്. എനിക്കിന്ന് വാക്സിൻ എടുക്കാൻ പോകണം കേട്ടോ. എനിക്കിന്ന് വാക്സിൻ്റെ ഫസ്റ്റ് ഡോസ് ഉണ്ട്. ഇവിടെ ആലപ്പുഴയിലല്ല, അമ്പലപ്പുഴ വരെ പോകണേ. അപ്പോൾ 11 മണിക്കാണ് വാക്സിൻ അവിടെ ചെല്ലാൻ പറഞ്ഞേക്കുന്നത്, ടൈം പറഞ്ഞേക്കുന്നത്. പക്ഷെ എന്തായാലും കുറച്ച് നേരത്തെ പോകാമെന്ന് വിചാരിക്കാമല്ലോ. അപ്പോൾ എൻ്റെ കൂടെ സേബ ഉണ്ട്. സേബാക്കും ഇന്ന് തന്നെ കേട്ടോ വാക്സിൻ ഉള്ളത്. അപ്പോൾ ഞാനിപ്പോൾ എണീറ്റിട്ടേ ഉള്ളൂ. എനിക്കിനി പോയി കുളിച്ച് റെഡിയായി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോകാനായിട്ട്. അപ്പോൾ ഇവാണെങ്കിലും നല്ല ഉറക്കാണ്ട്. ഇവ ഇപ്പോൾ കുറച്ചായിട്ടെന്ന് വെച്ചാൽ എവിടെയും പോകാനൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഇവ നല്ല ഉറക്കാണ്. അവൾക്ക് തോന്നുമ്പോൾ അവളിനെ എണീറ്റ് വരുള്ളൂ. അവളെ കൊണ്ടുപോകണില്ല കേട്ടോ, ഞങ്ങൾ മാത്രമേ പോകണുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ വേഗം പോയി കുളിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെ വരാം കേട്ടോ. അപ്പോൾ നമുക്കിന്ന് രാവിലെ കഴിക്കാനായിട്ട് ചിക്കൻ റോസ്റ്റാണ് കേട്ടോ. ചിക്കൻ റോസ്റ്റും പത്തിരിയാണ് കേട്ടോ ഇന്ന്. ഇവിടെ ചിക്കനൊക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. ചിക്കൻ റോസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ കുളിക്കാനൊക്കെ ഭയങ്കര മടിയാവുന്നുണ്ട് കേട്ടോ. കാരണം ഇപ്പം ഞാൻ രാവിലെ കുളിക്കണ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. കുളിയൊക്കെ എപ്പോഴും ഉച്ച കഴിഞ്ഞിട്ടാണ്. പക്ഷെ ഇന്നെന്തായാലും കുളിച്ചേ പറ്റുള്ളൂ, കുളിക്കാണ്ട് പോകാൻ പറ്റില്ല. അപ്പം ഞാനിപ്പോൾ കുറച്ചായിട്ട് ഈ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് വാവിൻ്റെ ജിഞ്ചർ ഹെയർ ഓയിലാണ് കേട്ടോ. നമുക്ക് ഡാൻഡ്രഫിനൊക്കെ നല്ലതാണ് കേട്ടോ. ഡാൻഡ്രഫിന് മാത്രമല്ല, നമ്മുടെ ഡ്രൈ സ്കാൽപ്പിന്, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, തിന്നായിട്ടുള്ള ലൈഫ്ലെസ് ആയിട്ടുള്ള ഹെയറിനൊക്കെ ശരിക്കും നല്ലതാണ് കേട്ടോ. ഇതൊരു നോൺ സ്റ്റിക്കി, നോൺ ഗ്രീസി ഹെയർ ഓയിലാണ്. അപ്പോൾ എൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് വെച്ചാൽ ജിഞ്ചർ ഓയിൽ, റോസ്മേരി ഓയിൽ, പിന്നെ ടീ ട്രീ ഓയിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ ശരിക്കും നമുക്ക് ഇത് യൂസ് ചെയ്യേണ്ട ഒരു കോംബോ ആപ്ലിക്കേറ്ററും കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മുടെ റൂട്ട്സിലോട്ടൊക്കെ ഹെയർ ഓയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യാനായിട്ടൊക്കെ ഭയങ്കര ഈസിയാണ് കേട്ടോ. അപ്പോൾ ശരിക്കും ഇത് നമുക്ക് ഒരു ഹെയർ ഗ്രോത്തിനും കൂടെ ഹെൽപ്പ് ചെയ്യും. ഡാൻഡ്രഫ് മാറ്റം മാത്രമല്ല, പിന്നെ വാവിൻ്റെ ഹെയർ ഓയിലാണ് 99.9% പ്ലാന്റ് ബേസ്ഡ് ഇൻഗ്രീഡിയൻസ് ആട്ടോ ഇതിൽ അടങ്ങിയിട്ടുള്ളത്. സൾഫേറ്റ്, സിലിക്കൺ, പാരബൺ, കളർ ഇതൊന്നും അടങ്ങിയിട്ടില്ലാത്ത നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ്. നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ട്രസ്റ്റഡ് ബ്രാൻഡാണ്, ഒരു ഇന്ത്യൻ ബ്രാൻഡാണ് വാവ്. അപ്പോൾ ഈ പ്രോഡക്ട്സ് ഒക്കെ നമ്മുടെ നിയർ ബൈ സ്റ്റോഴ്സിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ നമുക്ക് ബൈ വാവ് ആപ്പ് യൂസ് ചെയ്തിട്ട് വാങ്ങാൻ പറ്റും. അപ്പോൾ നമ്മൾ ആപ്പ് യൂസ് ചെയ്തിട്ട് വാങ്ങുമ്പോൾ നമുക്കൊരു 20% ഓഫും കൂടെ കിട്ടും കേട്ടോ. അതിന് എൻ്റെ ഒരു കോഡ് ഉണ്ട്, മൈ ലൈഫ് ട്യൂബ് 20 എന്ന് പറഞ്ഞ കോഡ് നിങ്ങൾ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 20% ഓഫും കൂടെ കിട്ടും. പിന്നെ ഇതിനകത്തൊരു QR കോഡ് കണ്ടോ നിങ്ങൾ. ഈ ഒരു QR കോഡ് നമ്മൾ എന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ ഓതൻറ്റിസിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേട്ടോ. അപ്പോൾ ഏത് QR സ്കാനർ വെച്ചാൽ നമുക്കിത് സ്കാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പർച്ചേസിൽ കുറച്ച് റിവാർഡ്സും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ടോട്ടലി നല്ലതാണ്. ഇത് നോൺ ഗ്രീസി, നോൺ സ്റ്റിക്കി ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു എന്താ പറയുക, ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്ന ആ ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നില്ല കേട്ടോ. തീരെ അങ്ങനെ ഓയിലി ആയിട്ട് നമുക്ക് തോന്നില്ല ഈ ഒരു ഹെയർ ഓയിൽ. നല്ല ഈസി ആട്ടോ ഇത് അപ്ലൈ ചെയ്യാനായിട്ടൊക്കെ. അപ്പം ഞാൻ എന്താ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിനി ഇവിടെ നിന്ന് അമ്മ വീട്ടിൽ പോയിട്ട്, ഉമ്മച്ചിയുടെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് സേബായ വിളിച്ചോണ്ട് വേണം കേട്ടോ പോകാനായിട്ട്. അപ്പോൾ ഇവക്കുട്ടി മമ്മച്ചി പോയിട്ട് വരട്ടെ. മിഠായി മേടിച്ചരാവേ. അയ്യോ, ഇവാണെങ്കിൽ കരച്ചിലാണ് കേട്ടോ. കുറേ നേരം കരച്ചിലാണ്. കാരണം ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ എവിടെയും പോകാണ്ടിരിക്കല്ലോ, അതുകൊണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അതിനിപ്പോൾ പിന്നെ സമ്മതിച്ചിട്ടൊക്കെ ഉണ്ട് പൊക്കോന്ന് പറഞ്ഞല്ലേ. ഗുഡ് ഗേൾ അല്ലേ? സോ ഞങ്ങളുടെ ആ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സമയം 11 മണി തന്നെ ആയി. നേരത്തെ ഇറങ്ങണം, 9 മണിക്ക് ഇറങ്ങണം, 10 മണിക്ക് ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇറങ്ങി വന്നപ്പോൾ 11 മണി തന്നെ ആയിട്ടാണ്. അല്ലെങ്കിലും ഞാൻ ഇങ്ങനെയാണ്, ഞാൻ എവിടെ പോകണം എന്ന് വിചാരിച്ചാലും ഇറങ്ങി വരുമ്പോൾ ടൈം ഒരുപാട് ലേറ്റ് ആവട്ടെ. എപ്പം സമയമുണ്ടോ ആ സമയം കഴിഞ്ഞിട്ടേ ഞാൻ ഇറങ്ങുള്ളൂ. അപ്പോൾ പപ്പ ഉണ്ട് കേട്ടോ, ഞാനും പപ്പായും കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇനി ഉമ്മച്ചിയുടെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് സേബായ വിളിക്കണം. ഇനി അവളവിടെ എത്തിയിട്ട് പോസ്റ്റ് ചെയ്യുമോയെന്ന് അറിയില്ല. അവളാണെങ്കിൽ എൻ്റെ അപ്പുറത്തെ ആളാണ്, എൻ്റെ സെയിം കോപ്പിക്കാറ്റാണ് സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇനി അവള് പണി തരാണ്ടിരുന്നാൽ നമുക്ക് വേഗം തന്നെ പോവാട്ടോ. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പാസ്പോർട്ട് എടുത്തിട്ടുണ്ട്, അതുപോലെ ആധാർ കാർഡ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ലേറ്റ് ആയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നേരത്തെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വേഗം കാര്യങ്ങൾ കഴിയും തോന്നുന്നു. പക്ഷേ ലേറ്റ് ആയിക്കാൻ അവർ നമ്പർ അനുസരിച്ചാണ് വിളിക്കുന്നത്. നമ്മൾ ചെല്ലുന്ന നമ്പർ അനുസരിച്ചാണ് വിളിക്കണേന്ന് പറയണം കേട്ടോ. ഹലോ പെട്ടി, സേവക്ക് പേടിയുണ്ടോ? സേവ
സേവ പറഞ്ഞു വരുമ്പം MBBS സ്റ്റുഡന്റ് ആണ് കേട്ടോ, സെക്കൻഡ് ഇയർ ഒക്കെ ആയി. പക്ഷെ ഒരു കാര്യമില്ല, ഇന്നലെ രാത്രി എന്നെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, എടി വേദന ഉണ്ടാവോ, വേദന ഉണ്ടാവും ഇഞ്ചക്ഷൻ എടുക്കാൻ, എനിക്ക് പേടിയാണ് കേട്ടോ. ഒരു കാര്യമില്ല കേട്ടോ, ഇവൾക്ക് അതുപോലെ തന്നെ പ്രേതത്തിനും പേടിയാണ്. നമ്മള് ഹോസ്പിറ്റലായ സമയത്ത് ഞങ്ങൾ അവിടെ മോർച്ചറിയുടെ അടുത്തൂടെ പോണം കേട്ടോ. ഈ MBBS സ്റ്റുഡന്റിന് മോർച്ചറി കാണുമ്പോ പേടിച്ച് പോയിക്കൊണ്ടോ. എന്നാലും ഞങ്ങൾ രണ്ടാളും കൂടെ പോയിട്ട്, അതെങ്ങനെ നമ്മൾ ഒന്നിച്ച് വന്നു സേവ? ഞാൻ ഇവളോടും പറഞ്ഞില്ല, ഇവൾ എന്നോടും പറഞ്ഞില്ല. പക്ഷെ ഞങ്ങൾക്ക് കറക്റ്റ് ഞങ്ങൾക്ക് ഒരു ദിവസം ആയിട്ടാ, ഒരു സ്ഥലത്ത് സെയിം ടൈം. അപ്പൊ എന്നാലും ഞങ്ങള് ധൈര്യമായിട്ട് പോയിട്ട് കുത്തിയിട്ട് എന്നാലും പേടിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല, എന്നാലും ഇത് ചെയ്യേണ്ട കാര്യം തന്നെയല്ലേ. ചെക്കിങ് ആണ്ടാ, വെറുതെ ഒന്നും ഇപ്പൊ പോകാനൊന്നും പറ്റുന്നില്ല. വഴിയിൽ വെച്ച് പോലീസ് നിർത്തിയിട്ട് നമ്മള് വാക്സിന്റെ ആ എന്താ പറയാ അപ്രൂവൽ എന്നുള്ള സംഭവങ്ങളൊക്കെ കാണിച്ച് എല്ലാം ചെയ്തിട്ടാണ് നമ്മളെ വിടുന്നത്, അല്ലാണ്ട് വെറുതെ ഒന്നും വിടുവൊന്നുമില്ല. സേവക്ക് പേടിയുണ്ടോ സേവ? അങ്ങനെ ഞങ്ങൾ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാക്സിൻ സെന്റർ എന്ന് പറയുന്നത് അമ്പലപ്പുഴ CHC ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല തിരക്കായിരുന്നു, ഒരുപാട് വണ്ടികൾ ഇങ്ങനെ അങ്ങ് തൊട്ടേ കിടക്കായിരുന്നേ. ഭയങ്കര പോസ്റ്റാണ് ഇവിടെ, നല്ല ക്യൂ ഉണ്ട്. പോലീസാണ് നമ്മൾ ചീത്ത വന്നുകൊണ്ടിരിക്കുകയാണ്, മാറി നിൽക്കുമ്പോൾ ഞങ്ങൾ അവിടെ ഇവിടെ പോയിക്കുമ്പോൾ ഞങ്ങൾ ഓടിപ്പിച്ചിട്ട് ഞങ്ങൾ ഇവിടെ ഒരു സൈഡിൽ മാറി നിൽക്കാണ്ട് നമ്മുടെ പേര് വിളിക്കുമെന്നാട്ടാ പറഞ്ഞത്. ഇവിടെ ശരിക്കും നല്ല തണുപ്പുണ്ട് കേട്ടോ, കാരണം ചുറ്റിനും മരങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ലൊരു തണുപ്പുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. അപ്പോൾ ഞങ്ങളാണെങ്കിൽ വന്നത് ലേറ്റായി പോയി എന്നും പറഞ്ഞ് ഇത്ര നേരം ഇരിക്കാൻ കേട്ടോ. പക്ഷേ ഇപ്പോൾ തോന്നുന്നു നമ്മൾ കുറച്ചുകൂടി ലേറ്റായിട്ട് വന്നാൽ മതിയായിരുന്നു, കാരണം ഇവിടെ 9 മണിക്ക് കുറച്ചുകൂടി നേരത്തെ വരണ്ടായിരുന്നല്ലേ? അതെ, 6 മണിക്ക് എത്തേണ്ടതായിരുന്നു. ഇവിടെ 9 മണിക്കുള്ളവരുടെ പോലും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി അവരുടെ കഴിഞ്ഞിട്ടേ നമ്മൾ 11 മണിക്കുള്ളവരുടെ വിളിക്കുള്ളൂ. അതുകൊണ്ട് ഒരു 12 മണിക്ക് വന്നാലും മതിയായിരുന്നു, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമ്മൾ നേരത്തെ വന്നില്ലല്ലോ. നമ്മൾ 11 മണിയാണ്, ഞങ്ങൾ 11:30 ആയിട്ട് ഇവിടെ മിക്കവാറും വൈകിട്ടാവും 6 മണി വരെ. അറിയില്ല, നല്ല തിരക്കുണ്ട് കേട്ടോ. അതുപോലെ അവരിങ്ങനെ നമ്മളെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അങ്ങോട്ട് നിൽക്കും പോലീസ് പറയാൻ പോലെ എന്താ കൂട്ടം കൂടി നിൽക്കണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ ചീത്ത പറഞ്ഞു കേട്ടോ. അപ്പൊ അങ്ങനെ ഭയങ്കര ക്രൗഡഡ് ആണ്. അപ്പൊ എന്നാലും ഇനിയും കുറെ നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ. നല്ല പോസിറ്റീവ് ആണെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിക്കുക, പോസിറ്റീവ് ആണെങ്കിൽ പിടിക്കും. അപ്പോൾ എൻ്റെ പേര് വിളിച്ചേട്ടാ, എൻ്റെ നമ്പർ കിട്ടി 92 ആട്ടോ എൻ്റെ നമ്പർ. സേവ വിളിച്ചിട്ടില്ല, പാവ സേവ. സേവ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാട്ടോ, എന്നോട് അവിടെ വെയിറ്റ് ചെയ്തോളാൻ പറഞ്ഞു. സമയം 12:45 ആയിട്ടാണ്, നമ്മൾ ഇതുവരെ വിളിച്ചിട്ടില്ല. 12:45 അങ്ങനെ ഒരു 1:30 ആയപ്പോഴാട്ടോ എന്നെ വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വാക്സിൻ എടുക്കേണ്ട കാര്യങ്ങളൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, അവിടെ അലൗഡ് അല്ലായിരുന്നു കേട്ടോ. ഞാൻ അവരോടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പെർമിഷനൊക്കെ ചോദിച്ചു, പക്ഷേ അലൗഡ് അല്ല എന്ന് പറഞ്ഞു. പിന്നെ കൂടുതൽ നിർബന്ധിക്കാനൊന്നും പോയില്ല. അപ്പോൾ നമ്മൾ വാക്സിൻ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ½ ആൻ അവർ അവിടെ ഒബ്സർവേഷൻ റൂമിൽ ഇരിക്കണമായിരുന്നു കേട്ടോ. നമുക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ, എന്തെങ്കിലും തളർച്ചയോ വല്ലതും ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി അങ്ങനെ കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുത്തു. അപ്പോൾ അവിടെയാണെങ്കിൽ ചെയേഴ്സൊക്കെ കുറച്ച് ഇങ്ങനെ ഗ്യാപ്പൊക്കെ ഇട്ട് ഭയങ്കര ഇതായിട്ടാണ് നമ്മൾ ഇരുന്നത്. പക്ഷെ നമ്മൾ ഫ്രണ്ടിലുണ്ട്, നമ്മൾ വാക്സിൻ എടുക്കുന്നതിന് മുന്നേ ഇരുന്ന ആ സ്ഥലത്താണെങ്കിൽ അവിടെ നിങ്ങൾ കണ്ടില്ല, അവിടെ ചെയേഴ്സൊക്കെ അടുത്തടുത്ത് എല്ലാവരും ഒന്നിച്ചാട്ടോ ഇരുന്നിരുന്നത്. അങ്ങനെ ഒരു ½ ആൻ അവർ കഴിഞ്ഞിട്ടും കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ അവർ പാരസെറ്റമോളൊക്കെ തന്നിട്ട് പനി വരാണെങ്കിൽ കഴിക്കാന്നൊക്കെ പറഞ്ഞു വിട്ടു കേട്ടോ. അങ്ങനെ എനിക്ക് വാക്സിൻ കിട്ടിയിട്ടോ. എൻ്റെ വാക്സിനേഷനൊക്കെ കഴിഞ്ഞു, കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ, വേദനയൊന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് ഒരു റൂം പിടിക്കുന്ന വേദന അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സേവക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാനെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴും സേവ അവിടെ പോസ്റ്റ് അടിച്ചിരിക്കുകയായിരുന്നേ. അപ്പോൾ ടൈം ഇപ്പോൾ 3 മണി ആവാറായി, 2:45 നല്ല വിശപ്പുണ്ട്. 11 മണിക്ക് വന്നേ ഞങ്ങൾ. ഇപ്പോഴാണെങ്കിൽ കടകളൊന്നുമില്ല, പോരാത്ത ഇന്ന് സൺഡേ ആണ്, അപ്പോൾ അതുകൊണ്ട് ഒരു കടയില്ല. ഇതിൻ്റെ അടുത്തതാ ഒരു സ്റ്റേഷനറി കട കാണുന്നുണ്ട്, അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞങ്ങൾ നോക്കാൻ വന്നേ കേട്ടോ. കാരണം വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല, നല്ല വിശപ്പുണ്ട് കേട്ടോ. രാവിലെ ആണെങ്കിലും ഇങ്ങോട്ട് വരുന്നേരം തിരക്കിൽ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല. കണ്ടോ, ഇവിടെ ഒന്നും ഒരു കടകൾ പോലും ഇല്ല കേട്ടോ, ആ കൂടി ഈ ഒരു കട മാത്രമാണുള്ളത്.
ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് ബിസ്ക്കറ്റ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളൂ. നമുക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട്, പക്ഷെ അതിന് മാത്രമുള്ള സാധനങ്ങളൊന്നും ഇല്ല. ഐസ്ക്രീം വേണോടി? ഐസ്ക്രീം ഒക്കെ മേടിച്ചാൽ നമുക്ക് ഈ മാസ്ക് ഒക്കെ ഇട്ടിട്ട് എനിക്കിതൊക്കെ കഴിഞ്ഞിട്ട് ഏത് കാലത്ത് പോകാൻ പറ്റുമെന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. കാരണം നല്ല തിരക്കാണ് അവിടെ, അമ്മാതിരി തിരക്കാണ്. അവർ ഫുഡ് കഴിക്കാൻ പോയേക്കാൻ തോന്നുന്നു, അതാണ് ഇങ്ങനെ കുറച്ച് നിർത്തി വെച്ചു അവർ. അതുകൊണ്ടാണ് സേവ ഇങ്ങനെ പെൻഡിങ് ആയിപ്പോയത്. 109 വരെ വിളിച്ചു. 113 ആയിരുന്നു. 109 5 പേരെയും കൂടെ അവർ വിളിച്ചിരുന്നെങ്കിൽ എനിക്ക് വീട്ടിൽ പോകായിരുന്നു. ഞങ്ങൾ പോയിട്ട് വന്നിട്ടും അവിടെ അങ്ങനെ കാര്യമായിട്ട് അനക്കമൊന്നും ഉണ്ടായില്ല കേട്ടോ, വിളിച്ചിട്ടൊന്നും ഉണ്ടായില്ല. പിന്നെ കുറച്ച് നേരം ബിസ്ക്കറ്റ്സ് ഒക്കെ കഴിച്ച് അങ്ങനെ ഇരുന്നു. പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞൊരു 3:30 ഒക്കെ ആവാറായപ്പോഴാട്ടോ സേബായ വിളിച്ചത്. സേബ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ കുറച്ച് നേരം യൂട്യൂബ് എടുത്ത് കമൻസിനൊക്കെ റിപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചധികം കമൻസ് ഒക്കെ ഇങ്ങനെ പെൻഡിങ് ഉണ്ടായിരുന്നു റിപ്ലൈ ചെയ്യാനായിട്ട്. അങ്ങനെ കുറച്ച് റിപ്ലൈസ് ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ വെറുതെ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കായിരുന്നു കേട്ടോ. അങ്ങനെ ജസ്റ്റ് ഞാൻ ഒബ്സർവേഷൻ റൂമിൻ്റെ അങ്ങോട്ട് ചെന്നപ്പോൾ സേബയുടെ വാക്സിനേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കാറുണ്ട്. എന്താ വേദന എടുക്കണം? വീക്കായിട്ട് പോകുന്നു. എന്താ കൈവേദനയോ? അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ പോവാട്ടോ. 4 മണി ആയിട്ടുണ്ട്. ഇനി വീട്ടിൽ പോയിട്ട് വല്ല വീട്ടിലുണ്ടാവോ? എൻ്റെ അടുത്ത് 9 മണിക്ക് ഇറങ്ങാൻ ഇവള് പറഞ്ഞതാ. ഇറങ്ങിയിരുന്നെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയേ. എന്തായാലും കിട്ടിയില്ലേ? ഇപ്പോൾ ഫസ്റ്റ് ഡോസിന്റെ കാര്യം തീരുമാനമായി, കുഴപ്പമില്ല. പുറത്ത് പോകുന്നവരാണെങ്കിൽ COVID-19 പോർട്ടലുണ്ട്, അതിനകത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ഹജ്ജ് ചെയ്യുന്നവരാണെങ്കിലൊക്കെ പെട്ടെന്ന് വാക്സിൻ കിട്ടും. അതിനകത്ത് രജിസ്റ്റർ ചെയ്താൽ മതി. നിങ്ങളുടെ വിസ ഹജ്ജിനും ഉണ്ട്, പിൽഗ്രിം കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ എന്താണ് വിസയും പാസ്പോർട്ടും ആധാറുമായിട്ട് അതിനകത്തേക്ക് രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് 2 ദിവസത്തിനുള്ളിൽ തന്നെ വാക്സിൻ കിട്ടും. നിങ്ങൾക്ക് അതിനുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ അവർ തന്നെ അയച്ചു തരും. അല്ലാന്നുണ്ടെങ്കിൽ അല്ലാത്തവർ കാത്തിരുന്ന് തപ്പുക, അത് തന്നെ, വേറെ വഴിയില്ല. അങ്ങനെ ആ വാക്സിനേഷൻ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകാണ്ടോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ സേബക്ക് വയ്യാന്നൊക്കെ പറയുന്നുണ്ടോ. സേബ ഇപ്പൊ വീഴും തോന്നുന്നു. നമുക്കിനി വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സേബ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് സേബക്ക് വയ്യാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾക്കിപ്പോ പെട്ടെന്ന് വാക്സിനേഷൻ നമ്മൾ മറ്റേ ഗോയിങ് എബ്രോഡിന്റെ അത് വെച്ചിട്ട് രജിസ്റ്റർ ചെയ്തിട്ടാണ് കേട്ടോ. ചെറുതായിട്ട് വേദന വരുന്നുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. എനിക്ക് ഇതുവരെ ഒരു കുഴപ്പമില്ല, അവനെ അടിച്ചു വിളിച്ച് നടന്നിരുന്നതാണ്. പക്ഷെ ഇപ്പൊ ചെറുതായിട്ടൊരു വേദന ഉണ്ട് കേട്ടോ. ഇവിടെ പിന്നെ പോലീസ് നിൽപ്പുണ്ട്. നമ്മുടെ ഇവിടെ ഫുള്ള് ചെക്കിങ് ആണ്. നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോലീസുകാരെയൊക്കെ ഇങ്ങനെ കാണിച്ച് നമ്മൾ വാക്സിൻ എടുക്കാൻ പോയി എന്നൊക്കെ കാണിച്ചാൽ അവർ വിടുള്ളേ. വാക്സിൻ എടുക്കാൻ പോയത് മാസ്കിന്റെ അവിടെ ക്യാമറയിൽ അടിച്ചുകൊണ്ടാണ് വിളിച്ചു നിർത്തിയത്. ഒതുക്കി നിർത്തി ഇടത്തോട് ഇടത്തോട്ട് എല്ലാം പോയി. കുടുതുടുക്ക് മറുതുണിയില്ലാതെ ഞാൻ മുംബൈ തെരുവുകളിൽ തേരാപ്പാര നടക്കുകയാണ്. എന്നിട്ട് എന്തുകൊണ്ട് ഞാൻ എന്നോട് പറഞ്ഞില്ല? വെറുതെ പണി വാങ്ങിക്കാന്ന് പറഞ്ഞതാണ്, ചോദിച്ചു വാങ്ങിക്കാന്നൊക്കെ പറഞ്ഞ പോലീസ് ഒന്ന് പറഞ്ഞല്ലോ. നമുക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ മാസ്ക് താത്തിട്ടിട്ടല്ലേ വീഡിയോ എടുത്തോണ്ടിരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവര് നമ്മളെ പിടിച്ചു. പിന്നെ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിച്ചു. പിന്നെ മാസ്ക് ഉണ്ടായിരുന്നോണ്ട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞ 2 വഴക്ക് പറഞ്ഞിട്ട് വിട്ടേച്ചു കേട്ടോ. പിന്നെ ഞാൻ ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നതുകൊണ്ടാണ് നിർത്താൻ പറഞ്ഞത്. ഞാൻ ബിസ്ക്കറ്റ് കഴിക്കാന്ന് പറഞ്ഞു. പക്ഷെ അവര് ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കണ കണ്ടു. അപ്പൊ അങ്ങനെ കുറച്ച് വലിയ കാര്യമൊന്നുമില്ല. ഞാൻ ഫൈനൊക്കെ അടപ്പിക്കുമെന്ന് വിചാരിച്ചേട്ടോ. പക്ഷെ ഫൈനൊന്നും അടപ്പിച്ചില്ല ഭാഗ്യത്തിന്. എത്ര രൂപ? ഞാൻ ഫൈൻ അടിക്കാൻ ഞാൻ ഓർത്തില്ല 500 രൂപ അല്ലായിരിക്കും എന്നൊക്കെ ഓർത്ത്. 3000 രൂപയോ? പക്ഷെ അവര് വിട്ടോട്ടോ, കുഴപ്പമില്ല. എന്റെ ദയനീയ അവസ്ഥ കണ്ടപ്പോ ഞാൻ പറഞ്ഞു ഞാൻ ഭക്ഷണം ഒന്നും കഴിച്ചു പിച്ചക്കാരിയുടെ കോലത്തിലേക്ക് വാക്സിൻ എടുക്കാൻ പോയാന്നൊക്കെ പറഞ്ഞപ്പോ പാവം തോന്നി. ഈ വണ്ടിക്കകത്ത് നമ്മൾ ഈ ഫുൾ AC ഇട്ടിട്ട് വണ്ടിയുടെ ഉള്ളിലിരുന്നാലും മാസ്ക് വെക്കണം എന്ന് പറയണ ആ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, ആ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, നമ്മൾ നല്ലതാണ് മാസ്ക് വെക്കണം, പക്ഷെ വണ്ടിയുടെ ഉള്ളിലിരിക്കുമ്പോ അല്ലെ നമ്മൾ വേറെ ആളുകളായിരിക്കും, നമ്മള് ഫുൾ ഫാമിലി അല്ലേ, പിന്നെന്താണ് ഈ പറയണേന്ന് മനസ്സിലായില്ല. എന്നാലും മാസ്ക് ഇട്ടുകൊണ്ട് തന്നെ ഇരിക്കാൻ. ഇനി നമുക്ക് സാധാരണ വണ്ടിയിൽ ഇരിക്കുമ്പോ ഒരു മടിയല്ലേ, ഫുൾ ടൈം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ.
ഹെൽത്ത് വർക്കേഴ്സിനെ പറ്റി ആലോചിച്ച് നോക്കിയാ ഡബിൾ മാസ്ക് ചെയ്ത് രാവിലെ രാത്രി. ശരിയാട്ടോ, നമ്മളിപ്പോ ഞാനിപ്പോ അവിടെ ചെന്നിട്ട് തന്നെ നോക്കിയപ്പോ എല്ലാരും ഇങ്ങനെ അത്രയും നേരം വെച്ചോണ്ടിരിക്കല്ലേ. നമ്മൾക്ക് പുറത്തിറങ്ങുന്ന കുറച്ച് നേരം തന്നെ അത്രയും ബുദ്ധിമുട്ടിയിട്ടാ വെക്കുന്നത്. ഇവിടെ എല്ലാം പോലീസാട്ടോ. ഞാൻ പിന്നെ മാസ്ക് അങ്ങനെ തന്നെ ഇട്ടേച്ചു. ഇനിയിപ്പോ താത്താനും റിസ്ക് എടുക്കാൻ പോയില്ല. ഫുള്ളും പോലീസാണ്. നമ്മളിപ്പോ വരുന്ന 2 ചെക്കിങ് കേട്ടോ. അമ്പലപ്പുഴ ആലപ്പുഴ വരെ എത്ര കിലോമീറ്റർ ഉള്ളേ? 13 അത്രേ ഉള്ളൂ. പക്ഷെ അതിന്റെ ഇടയ്ക്ക് 2 പ്രാവശ്യം പോലീസ് ഇപ്പൊ കേട്ടോ. അങ്ങനെ ആദ്യമായിട്ട് എന്നെ പോലീസും പിടിച്ചു. എന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആട്ടോ പോലീസ് പിടിക്കണേ. എന്നെ പണ്ട് തൊട്ടേ, അതായത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈം തൊട്ടേ വണ്ടി ഓടിക്കാന്ന്. പക്ഷെ അപ്പൊ എനിക്ക് ലൈസൻസ് ഇല്ലായിരുന്നല്ലോ പണ്ട്, ചെറുതിലാട്ടോ. ഇപ്പഴേ അത് പിന്നെ പിടിക്കാൻ പറ്റില്ല. അപ്പൊ അന്നോട്ടെ ഞാൻ വണ്ടി ഓടിച്ചോണ്ട് നടക്കുമ്പോഴൊന്നും എന്നെ പോലീസ് പിടിച്ചിട്ടില്ല. വേറൊരു കാര്യമുണ്ട്, നീ 2 സ്ഥലം എന്നല്ലേ പറഞ്ഞ, നീ ഒരു സ്ഥലം കൂടെ കാണിച്ചു. ഇനിയുണ്ടോ? അപ്പൊ ആ സാബ് ഇറങ്ങാറായിട്ടുണ്ട്. ടാറ്റാ. വീട്ടിൽ റെസ്റ്റ് എടുക്കട്ടാ. ആദ്യമേ കുളിച്ചിട്ട് വേണം അകത്ത് കയറാന്. അല്ലേ തന്നെ കുളിക്കാറില്ല. ഓക്കെ ബൈ. വാക്സിനേഷൻ ഒക്കെ കഴിഞ്ഞു, വീടെത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ വേറെ ഒരു പരിപാടി ഇല്ല. നല്ല ടയേർഡായിട്ടാണ്, കാരണം രാവിലെ ഇറങ്ങിയോണ്ടായിരിക്കും നല്ല ടയേർഡായി, തീരെ വയ്യാണ്ടായിട്ടാ. അപ്പോൾ നമ്മൾ കുറേ ആയിട്ട് അങ്ങനെ ഞാൻ കുറേ ആയിട്ട് അങ്ങനെ എവിടെ ഇറങ്ങാറില്ലാത്തതുകൊണ്ട് തന്നെ നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ ഇനി വേഗം വീട്ടിൽ പോയിട്ട് ഒന്ന് കുളിച്ച് ഫ്രഷായി എന്തെങ്കിലും കഴിച്ചിട്ടാണ് ഉറങ്ങാൻ പോവാണ്. അപ്പോൾ നമുക്കിനി വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.